നിങ്ങൾക്ക് ഒരു ഹദീസ് കൂടി ഞാൻ പറഞ്ഞുതരാം. പണ്ട് പറഞ്ഞു തന്നെയാണ്, റസാലി ഇമാം ഈ ഒരു ഉദ്ധരിച്ചതാണ്. നാളെ ഖിയാമത്ത് നാളിലൊന്ന് ചില ആളുകൾ നക്ഷത്ര സമാനം തിളക്കമുള്ളവരായിട്ട് കാണപ്പെടും. അപ്പോൾ അവരോട് മലക്കൾ ചോദിക്കും, നിങ്ങൾ അമലെന്തായിരുന്നു ദുനിയാവിൽ എന്ന്. ഞങ്ങൾ വാങ്ക് കേട്ടാൽ നിസ്കാരമില്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. വാങ്ക് കൊടുത്താൽ എല്ലാം നിർത്തിവെച്ചു. ഒരു നിസ്കരിച്ചിട്ട് വേറെ കൂട്ടക്കാർ അതിലോറെ വലിയ തിളക്കും. 14 ചന്ദ്രന്റെ മാർക്ക് ഇങ്ങനെ തിളങ്ങുന്ന ഒരു കൂട്ടക്കാരെ കാണും. മലക്കൾ അവരോട് ചോദിക്കും, നിങ്ങൾ ചെയ്ത അമലെന്താണ്? ഞങ്ങൾ വാങ്ക് കേൾക്കണേ മുമ്പേ ഒതുക്കണമല്ലായിരുന്നു. ആദ്യം പറഞ്ഞൊരു വാങ്ക് കേട്ടാൽ എല്ലാ പണിയും മാറ്റി വെച്ചു. ഇവർ പറഞ്ഞ നിങ്ങൾ വാങ്കിന്റെ മുമ്പന്നെ ഒതുക്കുന്ന ആളുകളായി. അത് ഭയങ്കര ശ്രദ്ധയല്ലേ? അപ്പൊ പിന്നെ നോക്കുമ്പോൾ സൂര്യന്റെ മാർക്കൊരു കൂട്ടക്കാർ അതിലാറോ വലിയ തിളക്കം. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ വാങ്ക് കേട്ടിനെ പള്ളിക്കെന്നാണ്. പെരേന്ന് ഒതൊക്കെ എടുത്ത് 12 മണിക്ക് തന്നെ ഒതൊക്കെ എടുത്ത് 12:15 പള്ളിക്ക് എത്തിയ ലൂറിന്. ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും നടക്കൂല. അങ്ങനത്തെ റിട്ടയർഡ് ചെയ്ത് നയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒത്തും പണി ചുറ്റിലൊന്നുമില്ല, ആക്കി വെച്ചിട്ട് പണിയുള്ളൂ. മക്കളിങ്ങനെ അയക്കണ പൈസ ഇങ്ങനെ ചിലരൊക്കെ പറയണ്ടേ, ഇപ്പോൾ പണിയത്തില്ല, മക്കളെ അയക്കാതെ ആക്കി വയ്ക്കുക, ആ പണിയാണ്. അതിനിപ്പോൾ എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ, പോയി കുത്തിരുന്നൂടെ അല്ലേ ബാബാക്ക? അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ നടക്കൂല. ഇവർ പറയാണ്, ഞങ്ങൾ വാങ്കിൻ്റെ മുമ്പ് തന്നെ പള്ളിയിലെത്തും. പള്ളിക്കെന്നാണ് ഏത് കേക്കല്? ആലോചിക്കുന്നത് അങ്ങനത്തെ ഉള്ളോ? അതൊക്കെ ഉണ്ടേ. ഖിയാമത്ത് നാളിലേക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യങ്ങൾ. ഈ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം.